ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓഫർ ടൈം ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് എന്താണ്? ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോട്ട്സ് ആണ്. പേജ് ഓഫ് പെൻഡക്കിൾ, നയൻ ഓഫ് വൺസ്. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എടുത്തതാണ് നമ്മൾ. സോ എനിക്ക് ഫസ്റ്റ് തന്നെ ടു ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ്. ഇത് ഒരു ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ തമ്മിലൊരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ സെയിം സോളുകളായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാകും. ഭയങ്കരമായിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടാകും. നിങ്ങൾ തമ്മിലിപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ഒരു റീയൂണിയൻ അവർ ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് അതുപോലെ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ആയിപ്പോയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. പരസ്പരം അങ്ങോട്ട് ഇങ്ങോട്ട് ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയി പോകുന്നു. ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവുന്നു. ഭയങ്കര സ്നേഹമാണ്. അതായത് ഈക്വലായിട്ട് ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ആൻഡ് മ്യൂച്വൽ ആയിട്ടുള്ളൊരു ഈക്വൽ ആയിട്ടുള്ളൊരു സ്നേഹം ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് സോട്ട്സ് ആണ്. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഇഷ്ടം ഒരേപോലെയാണ്, തുല്യമായിട്ടുള്ള ഇഷ്ടമാണ് എന്നുള്ളതാണ്. പേജ് ഓഫ് സോട്ട്സ് വരുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് ആണ്. രണ്ടുപേരും തമ്മിലൊരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നത് പോലെ കാണിച്ചു തരുന്നുണ്ട്. ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഒരു ക്യൂരിയോസിറ്റി ഉള്ളതുപോലെയാണ് കാണുന്നത്. അതായത് അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഇൻസ്പയറിങ് പോലെ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ കുറച്ച് പ്രൗഡാണ്. ഓക്കെ, നിങ്ങൾ എന്ന വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രൗഡാണ്. സോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു സ്മൂത്ത് ഗോയിങ് ആവുന്നത്, അല്ലെങ്കിൽ ഇവിടെ കാണിച്ചതുപോലെ ഫസ്റ്റ് കാണിച്ചതുപോലെ സ്നേഹത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയാണ്. എണ്ണിയിരിക്കുന്ന ഒരു എനർജി. ഓക്കെ, ഈഗോ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. നയൻ ഓഫ് വൺസ് വന്നിട്ടുണ്ട്. സോ ഒരു ഇത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നൊരു എനർജിയാണ്. കമ്മിറ്റ്മെൻറ്റ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരിക, എത്രയോ ലോങ്ങിൽ നിന്ന് വരുന്നത് പോലെയൊക്കെ കാണിച്ചു വരുന്നത്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പം ചിലപ്പം അബ്രോഡായിരിക്കും, ഒരു പ്ലേസുകൾ തമ്മിൽ ഭയങ്കര ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, ഇതുവരെ കാണാത്ത വ്യക്തികളായിരിക്കാം. അപ്പം അങ്ങനെ എന്തൊക്കെയോ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്ന, കാണാൻ വരുന്ന ഒരു എനർജിയാണിത്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. ഹൈറോഫൻ്റ് ആണ് വന്നിട്ടുള്ളത്. സോ അവർ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ കാണാനുള്ള തയ്യാറെടുപ്പ് എന്ന് പറഞ്ഞത് ഇവിടെ ഹൈറോഫൻ്റിൻ്റെ എനർജിയാണ് വന്നിട്ടുള്ളത്. ഒരു മാരേജ് പോലത്തെ കാര്യം, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, എഗെയിൻ പ്രപ്പോസ് ചെയ്യുക, നിങ്ങളെ ഇപ്പോൾ വീട്ടിലൊക്കെ വന്നിട്ട് ആലോചിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി ആലോചിച്ച് മാരേജിലേക്ക് പോവുക, ആ ഒരു എനർജിയാണ്. സോ അതിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് എന്നുള്ളതാണ് കാണുന്നത്. ഫീലിങ്സ് ആണ്. ഒരു പാർട്ട്ണർ ആക്കുക, നിങ്ങളെ ഒരു പാർട്ട്ണർ ആക്കുക എന്നുള്ളത് അവരുടെ ഒരു ഫീലിങ്സ് ആണ്. ഓക്കെ, അതായത് പാർട്ട്ണറോട് തോന്നുന്ന ആ ഒരു ഫീലിങ്സ്. പേജ് ഓഫ് പെൻഡക്കിളാണ് ഇവിടെ അവസാനം വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങളെയും കൂട്ടിയിട്ട് അവർക്ക് ലോകം ചുറ്റണം, അല്ലെങ്കിൽ അവർക്ക് എല്ലായിടത്തും നിങ്ങളെ കൊണ്ടുപോകണം, നിങ്ങൾക്കെല്ലാം മേടിച്ചു തരണം, നിങ്ങളെ ഒരു ഫുൾ ഇങ്ങനെ പണം കൊണ്ട് പൊതിഞ്ഞു വെക്കുക, അല്ലെങ്കിൽ പല സാധനങ്ങളും നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരിക. ഓക്കെ, ഗിഫ്റ്റായിട്ട് തരിക, പല സ്ഥലങ്ങളും കാണാൻ കൊണ്ടുപോവുക, പലയിടത്തും പലതും മേടിച്ചു തരാൻ കൊണ്ടുപോവുക, അങ്ങനത്തെ ഒരു എനർജിയാണിത്. സോ അതും അവർ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട്. സന്തോഷമാണ് ഇതൊക്കെ, അവർക്ക് സന്തോഷമാണ് നിങ്ങളുടെ കൂടെ നടക്കാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോകാനൊക്കെ അവർക്ക് സന്തോഷമാണ് എന്നുള്ളതാണ്.
സോ ഇവിടെ ഒരു പാർട്ട്ണറുടെ എനർജിയാണ് വരുന്നത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാൻ പോകുന്നവരായിരിക്കാം. അവസാനം ഞാനിവിടെ 10 ഓഫ് കപ്സ് എന്നൊരു കാർഡാണ് എടുത്തിട്ടുള്ളത്. സോ ഇത് വളരെയധികം സ്നേഹം ആൻഡ് അതുപോലെ 10 ഓഫ് കപ്സ് ഒരു പൂർത്തീകരണമാണ് കാണിച്ചു തരുന്നത്. ഫുൾഫിൽമെൻ്റ് ആണ്. ഫീലിങ്സ് നോക്കുന്ന സമയത്ത് ഒരു പാർട്ട്ണർ എന്ന രീതിയിൽ ഒരു പാർട്ട്ണറുടെ അടുത്ത് വളരെ സ്നേഹത്തോടെയുള്ള എന്തൊക്കെ ഫീലിങ്സ് ഉണ്ടാകും അതെല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്നുണ്ട്. ഓക്കെ, ആ ഒരു പൊസിഷനാണ് നിങ്ങൾ വെച്ചേക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. മേ ബി നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ കഴിഞ്ഞിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുള്ള കറണ്ട് ഫീലിങ്സ് ആണിത്. നിങ്ങളോടുള്ള തോട്ട്സ് എന്താണെന്നുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. ബോട്ടം ഓഫ് ദ ഡെക്ക് 2 ഓഫ് സോട്ട്സ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ അടുത്തുള്ള തോട്ട്സ് ആണ് നോക്കിയത്. കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട് ഈ വ്യക്തിക്ക് ആലോചിക്കും. ഇപ്പം നമ്മളിവിടെ ഫീലിങ്സ് നോക്കുമ്പോൾ നിങ്ങളോട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഒരുപാട് ഫീലിങ്സ് ഉള്ള ഒരു വ്യക്തിനെയാണ് കണ്ടത്. അപ്പോൾ തോട്ട്സിനകത്ത് നോക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് ഇവർക്ക് എന്നുള്ളത്. അതായത് ഇതൊരു ഫീലിങ്സ് ആയിട്ട് ഒരു വികാരമായിട്ട് മാത്രം നിൽക്കുന്ന ഒരു കാര്യമാണ്. അവരുടെ ചിന്തകളിൽ നോക്കുമ്പം കൺഫ്യൂഷൻ ആണ്. ഓക്കെ, അതായത് ഇത് പുറത്തെടുക്കാനുള്ളതായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൾട്ടിപ്പിൾ പ്രിയോറിറ്റിയാണ് കാണിച്ചു തരുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവർക്ക് വാല്യുബിൾ ആണ്. രണ്ടും അവർക്ക് വാല്യുബിൾ ആണ്. നിങ്ങളും വാല്യുബിൾ ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിട്ട് നിൽക്കുന്നത് വാല്യുബിൾ ആണ്. സോ അവർക്ക് ഹൈഡിങ് എനർജിയാണ്. മൂൺ എനർജി വന്നിട്ടുണ്ട്. ഹൈഡിങ് എനർജിയാണ് അവർക്ക് വരുന്നത്. ഓക്കെ, അതായത് ഈ ഫീലിങ്സ് അങ്ങനെ അവരുടെ ഉള്ളിൽ ഒരു ഡ്രീം പോലെ ഇങ്ങനെ അവരിങ്ങനെ അത് വെച്ചിട്ട് അവർ ക്രിയേറ്റ് ചെയ്ത ഒരു ലൈഫ് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്വപ്നം കാണുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആക്ഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. സ്റ്റക്കായിട്ടിരിക്കുക, ആക്ഷൻ വന്നിട്ടില്ല. ബിക്കോസ് 2 മൾട്ടിപ്പിൾ പ്രിയോറിറ്റി അവർക്കുണ്ട്. ഓക്കെ, ബാക്കിയെല്ലാം ഹൈഡാണ്. ആൻഡ് എന്താണ് അവരുടെ തോട്ട്സ്? ഫസ്റ്റ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് ഈ 4 കാർഡ്സ് ആയിരുന്നു. 6 ഓഫ് പെൻഡക്കിൾ ഉണ്ട്, 7 ഓഫ് പെൻഡക്കിൾ ഉണ്ട്, സ്ട്രെങ്ത് കാർഡ് ഉണ്ട്, ടെമ്പറൻസ് ഉണ്ട്. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മളിവിടെ മൂൺ എനർജി കണ്ടിട്ടുണ്ടായിരുന്നു, ഹൈഡിങ് എനർജി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ആ ഹൈഡ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അവരെന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്നു പറയണം എന്നുള്ളത് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും. നിങ്ങളിപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടിൽ ഫിനാൻഷ്യലി ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫീലിങ്സിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ തരാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പണം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ട്, എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾക്ക് അവർ പണമൊക്കെ മേടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ എന്തൊക്കെയോ ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് അവരുടെ ചിന്തകളിലുണ്ട്, അത് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ടെമ്പറൻസ് ആണ്, ബാലൻസ്ഡ് ആണ്. ഒരു സെൽഫ് ഹീലിംഗ് അവർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു സെൽഫ് ഹീലിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തി റിയലൈസ് ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾക്കൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാകാം. അതായത് നിങ്ങളിപ്പം നിങ്ങളുടെ കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുന്നത് പോലെയാണ് ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നത്. സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ വളരെ ബോൾഡ് ആയിട്ടുണ്ട്, നിങ്ങൾ വളരെ സ്ട്രെങ്ത് ആർജിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നു. ബിക്കോസ് ഇപ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പുറമേ ഇപ്പോൾ ബിഹേവ് ചെയ്യുന്നതെല്ലാം അങ്ങനെ ആയിരിക്കും. വളരെ സ്ട്രോങ് ആയിട്ട് വളരെ സ്ട്രെങ്ത് ഉള്ളൊരു പേഴ്സണായിട്ട് നിങ്ങൾ പുറത്തൊക്കെ നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ആൻഡ് 7 ഓഫ് പെൻഡക്കിൾ ആണ്. ഇനിയിപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും പഴയ പോലൊരു റിലേഷൻഷിപ്പിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ഇവർക്ക് സാധിക്കില്ല എന്നൊരു തോട്ട് ഇവർക്കുണ്ട്. അതായത് നിങ്ങൾ പാസ്റ്റിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം സ്നേഹം ആഗ്രഹിച്ച ഒരാളായിരിക്കും, അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ കൂടെ അത്രത്തോളം ഡീപ്പായിട്ട് ഇടപഴകിയിട്ടുള്ള ഒരാളായിരിക്കും. അപ്പോൾ ഈ പേഴ്സണ് അത് ഒന്നും വാല്യൂ വെക്കാതെ ചിലപ്പം ഇപ്പം നിങ്ങൾ ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു സ്മൂത്തായിട്ടല്ല റിലേഷൻഷിപ്പ് പോകുന്നത് എന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ അന്നേരത്തെ അതിന് വാല്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. വാല്യൂ കൊടുക്കാത്തതുകൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ പോലെയുള്ള കാര്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം ഇവരാലോചിക്കുന്നത് ഇനിയിപ്പോൾ ഇപ്പം ഞാൻ എത്ര എഫേർട്ട് എടുത്താലും അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പഴയതുപോലെ ഒരു ട്രസ്റ്റ് വരിക, അല്ലെങ്കിൽ പഴയതുപോലെ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഴയതുപോലെ ഒരു വിശ്വാസമൊന്നും ഉണ്ടാവില്ല, പഴയതുപോലെ ആവില്ല എന്നുള്ളൊരു തോട്ട് അവർക്കുണ്ട്.
കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, നിങ്ങൾക്ക് എന്തായാലും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, നിങ്ങളുടെ കൂടെ നിൽക്കണം, നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് 3 of Pentacle ആൻഡ് 8 of Pentacle വന്നിട്ടുണ്ട്. ഹാർഡ് വർക്കിൻ്റെ ആണ്. എത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ ഇവർ ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ എത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, ഇത് വീണ്ടും പഴയതുപോലെ ആക്കിയെടുക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം. ഇതവർക്ക് അറിയാം. ഹാർഡ് വർക്ക് ചെയ്താലേ ഇനിയിപ്പം എന്തെങ്കിലുമൊക്കെ നേടത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇവർ ഇനി ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് 4 of Swords ആണ്. കുടുങ്ങി നിൽക്കുന്ന ഒരു എനർജിയാണിത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, സ്ട്രോങ് ആണ്. മേ ബി ബ്ലാക്ക് മാജിക് എനർജി ഒക്കെ ആയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്, പുറത്തിറങ്ങി വരാൻ പറ്റാതെ. ഓക്കെ, അപ്പോൾ അത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനൊരു സിറ്റുവേഷനാണ് എനിക്ക് എന്നുള്ളത് അവർ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് അവരത് ചിന്തിക്കുന്നത്. 3 of Swords ആണ്. വളരെ ഹാർട്ട് ബ്രോക്കൺ ഉണ്ട്. ഇപ്പം നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കാരണം ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, പെയിൻ അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയും അതേ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഹാർട്ട് ബ്രോക്കൺ ആണ്. ഹാർട്ട് പെയിൻ അവർക്ക് നല്ല രീതിക്ക് തന്നെ ഉണ്ട്. സഫർ ചെയ്യുന്നുണ്ട് അവർക്ക്. ഓക്കെ, ഡിസിഷൻ എല്ലാം സ്ലോ ആയി പോവാണ്, പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അത് ഈ ഒരു തേർഡ് പാർട്ടി എനർജി ഉള്ളതുകൊണ്ടായിരിക്കാം. അവസാനം ഇവിടെ 7 of Swords ആണ്. ഇതൊരു ചീറ്റിംഗ് കാർഡാണ്. നിങ്ങൾ ചീറ്റ് ചെയ്തിട്ട് പോയതായിരിക്കാം ഇപ്പം നിങ്ങൾ മിണ്ടാതിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചേഞ്ച്, പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് സംഭവിച്ചത് ഈ റിലേഷൻഷിപ്പിൽ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കാരണമാണെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ ചീറ്റ് ചെയ്തതുപോലെയാണ് കാണിച്ചു വരുന്നത് നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, ഒരു ഫ്രോഡ് പോലെ ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ പല കാര്യങ്ങളിലും കള്ളങ്ങൾ മാനിപ്പുലേറ്റ്, കള്ളങ്ങൾ പറയുക, പലതും ഒളിപ്പിച്ച് വെക്കുക, അങ്ങനെയൊക്കെയുള്ള രീതി. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതായിട്ടും ഇവിടെ കാണിച്ചു വരുന്നുണ്ട്. അതായത് ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ളപ്പോൾ ഒരാൾക്ക് സംസാരിക്കാൻ താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരാൾ ബിസി ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഇവിടെ കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് അല്ലാത്തത് കൊണ്ട് ഒന്ന് ഡിസ്റ്റൻസ് വന്നിട്ടുള്ള ബന്ധങ്ങൾ കാണുന്നുണ്ട്. സോ ഇതൊക്കെ റീസൺ ആണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അവരുടെ ഭാഗത്തുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഇതിന് ഡിസ്റ്റൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മാറിപ്പോയത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു ചേഞ്ച് സംഭവിച്ചത് എന്നുള്ളത് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സും തോട്ട്സും ആണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.